ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് വിമർശനം. ഇന്ത്യൻ നാവികസേന ആതിഥ്യം വഹിച്ച നാവികാഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങിയ IRIS ദേനയാണ് അമേരിക്ക ടോർപിഡോ ഉപയോഗിച്ച് തകർത്തത്. 87 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തു. ഇന്ത്യൻ തുറമുഖങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം ഇറാനിലും ലബനോനിലും വ്യോമാക്രമണവും ഏറ്റുമുട്ടലും തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി, PP ജെയിംസ്, മുഹമ്മദ് റഹീസ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ബൽറാമിലേക്കാണ്. ബൽറാം, രാജ്യത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ടേക്കെത്തി രാജ്യത്തിന്റെ നാവികസേന അഭിമാനപൂർവ്വം അത് എക്സാനിൽ പങ്കുവച്ച് അത് കൾച്ചറൽ ബന്ധത്തിന്റെ തെളിവാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുമ്പോൾ അത് കഴിഞ്ഞ് മടങ്ങിയ അന്ന് നമ്മുടെ മിലാൻ 2026 അഭിമാനത്തോടെ പങ്കെടുത്ത 87 പേർ കടലിനടിയിൽ മരിച്ചു കിടക്കുകയാണ്. അതിൽ കേന്ദ്രത്തിന്റെ ഒരു നിലപാട് ഉണ്ടാകുമോ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നത് മാത്രമല്ല, നിലപാടുണ്ടാകുമോ എന്നത് പൊതു ആകാംക്ഷ കൂടിയാണ്. ഉണ്ടാകുമോ ഇന്ന് കേന്ദ്രത്തിന്റെ ഒരു മറുപടി? ബൽറാം. ഹാഷ്മി, ക്രിസ്റ്റീന, ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ മറുപടി ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആഗോളതലത്തിൽ തന്നെ ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഇന്ത്യ ക്ഷണിച്ചതനുസരിച്ച് ഇന്ത്യൻ നാവികസേനയുടെ 2 അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയ ശേഷം മടങ്ങുകയായിരുന്ന ഇറാന്റെ പടക്കപ്പലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വെച്ച് തന്നെയാണ്. ഇന്ത്യയുടെ നാവിക അതിർത്തിക്കുള്ളിലല്ല, ശ്രീലങ്കൻ അതിർത്തിക്കുള്ളിൽ വെച്ചാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഇന്ത്യക്ക് വലിയ ആധിപത്യമുള്ള മേഖലയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഇറാനിയൻ കപ്പലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. അതും തീർത്തും ഒരു അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ യുദ്ധസജ്ജമായ രീതിയിൽ സഞ്ചരിക്കുകയായിരുന്നില്ല ഈ കപ്പൽ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിഷയത്തിൽ ഇന്ത്യയുടെ നാവിക ആസ്തികൾ ഉൾപ്പെടെ US ഉപയോഗപ്പെടുത്തിയതായുള്ള US-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പ്രതികരണം, അക്കാര്യം ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തുറമുഖങ്ങളൊന്നും തന്നെ US ഉപയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ രാജ്യത്ത് പ്രതിപക്ഷം ഇത് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയുടെ ക്ഷണപ്രകാരം ഇന്ത്യയിലെ നാവികാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത് മടങ്ങിയ പടക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകേണ്ടതാണ് എന്നും ഇന്ത്യൻ നാവികസേന ഉൾപ്പെടെ അറിയാതെ എങ്ങനെ ഇത്തരത്തിലൊരു ആക്രമണം ഈ പ്രദേശത്ത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നടന്നു എന്നുമുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നാവികാസ്തികൾ ഉൾപ്പെടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം കൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നു. ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം പാദം ആരംഭിക്കാനിരിക്കുകയാണ് ഈ മാസം 9-ന്. ആ ഘട്ടത്തിൽ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ക്ഷണമനുസരിച്ച് എത്തിയ ഒരു കപ്പൽ അത് ഇന്ത്യക്ക് വലിയ ആധിപത്യമുള്ള മേഖലയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ എന്താണ് ഇന്ത്യയുടെ പ്രതികരണം, നാവികസേനയുടെ പ്രതികരണം എന്നുള്ളതും വ്യക്തമാകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നോ പ്രതികരണം ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.